അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ റമദാനിൻ്റെ സുന്ദര രാവുകളും പകലുകളും നമുക്ക് സമ്മാനിച്ചപ്പോൾ അതേ സമയത്തു തന്നെ ഈ എല്ലാവിധ സമാധാനത്തെയും അഥവാ ഇസ്ലാമിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ, അമേരിക്ക, ഗൾഫിലെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഥവാ മുസ്ലിം സമൂഹത്തെ മൊത്തം. ഹമാസ് തുടങ്ങി വെച്ചതാണെങ്കിലും ഇത് എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം അള്ളാഹുവിനൊരു ലക്ഷ്യമുണ്ട്. ആ ഭൂമിയിൽ നിന്ന് യൂറോപ്യനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും എല്ലാവർക്കുമുള്ള ഭക്ഷണം എത്തിക്കുക. ആ ശക്തമായ മണൽ ചൂടിൽ ആർക്കും നിൽക്കാൻ കഴിയാത്തിടത്ത് എല്ലാവരെയും എത്തിച്ചുകൊണ്ട് ആ ശരിയായ മതത്തെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതോടൊപ്പം എല്ലാ ലോകത്തിനുള്ള മേഖലകളിലേക്കും ഭക്ഷണം എത്തിക്കുക. അതിനാണ് ക്രൂഡ് ഓയിൽ. ഇനി അവിടെ വലിയ ധാതു സമ്പത്തുകളുമുണ്ട്. അതിൽ നാം കളങ്കം ചാർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നി വിഭാഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അവനോട് മാത്രം ആരാധനകൾ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മക്കൾ, എൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവ്, മാതാവ്, കുടുംബങ്ങൾ, അമ്മാവന്മാർ ഇവർ മുഖേന നമ്മൾക്കിവിടെ ഭക്ഷണം ലഭിക്കുമ്പോൾ ആ ഭക്ഷണം തരുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നാം ആ ശത്രുപക്ഷത്തെ തകർക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ഇതര വിശ്വാസികളുടെയും ഭാഗമാണ്, അവരുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സർവശക്തനായ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന മറ്റു രീതിയിലുള്ള എല്ലാ അനിസ്ലാമികമായി നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു, ഉഹരീങ്ങളെ വിളിച്ചു, അതുപോലെ മൗലിദ്, റാത്തീബ് തുടങ്ങി എല്ലാ അന്യായങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പകരം ശിക്ഷ കിട്ടും. നിങ്ങളുടെ കൂടെ മക്കൾക്ക് അവിടെ ഇത്തരം സ്വസ്ഥമായ ജീവിതമാർഗം നൽകാൻ അള്ളാഹു വിസമ്മതിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും മാറുക. അത് എൻ്റെ കുടുംബമോ പ്രവാചകൻ്റെ കുടുംബമോ ഔലിയയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള APയുടെയോ EKയുടെയോ കുടുംബമല്ല, ഉമ്മയല്ല, ബാപ്പയല്ല, മക്കളല്ല, ഭാര്യയല്ല. ഇസ്ലാം മതം അത് അള്ളാഹുവിനോട് വിശ്വസിച്ച സത്യത്തെ ഉൾക്കൊണ്ടവരാണെന്ന് എല്ലാവരും തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം അത്തരത്തിൽ നീങ്ങുന്നുവെങ്കിൽ അവരെയും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ്.